ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും വേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവനെന്താ തുറക്കാതിരുന്നു? 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം എന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്യക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. അവിടെ മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം ചെയ്ത് വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടർ ഇട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവൻ എത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി MP ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റിൽ നിന്ന് കാശാർക്ക് കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. 1 കൊല്ലം നമ്മളും 1 കൊല്ലം അവരുമാണ്. തമിഴ്നാട് 1 കൊല്ലം നമ്മൾ 1 കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി റുപ്യയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കുക. ആ കരാറുകാരനാണ് ഇവർ വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്കൊരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പം അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായില്ലേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി റുപ്യ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിങ്ങളുടെ കമ്മിറ്റി വന്നാൽ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. കമ്മിറ്റി ഇപ്പൊ നാണൂട്ടം പറഞ്ഞിട്ടല്ലേ വിളിക്കുള്ളൂ. 2018 കേരളത്തിൽ സംഭവിച്ച മഹാപ്രളയം, ആ പ്രളയം മനുഷ്യനിർമ്മിതമാണ്, അത് സർക്കാർ നിർമ്മിതമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA കോൺഗ്രസ് നേതാവ് കൃഷ്ണൻകുട്ടിയുടെ ഫോൺ സംഭാഷണം പുറത്തുവിട്ട് നാട്ടിലും ജനങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയത്. അത് ആരോപണമാണ്, അത് AI ആണെന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളിത് മുഖവിലക്കെടുക്കും. യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മഹാദുരന്തമായിരുന്നില്ലേ? നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ദുരന്തമാണല്ലോ അത്. മഴ, വലിയ തോതിലുള്ള മഴ, കനത്ത മഴ കേരളത്തിലുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താണ്. അത് മഴ പെയ്തു തുടങ്ങി, എല്ലാ മേഖലകളും മഴ പെയ്തു തുടങ്ങിയപ്പോൾ എല്ലായിടത്തും പ്രളയം പോലെ വെള്ളം ഉണ്ടാവാൻ തുടങ്ങി. ഡാമുകൾ നിറയാൻ തുടങ്ങുമ്പോൾ കൃത്യമായി ഓരോ ഘട്ടങ്ങളിലും വെള്ളം തുറന്നു വിട്ടിരുന്നെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല, കടലിലേക്ക് ഒഴുകുമായിരുന്നു. എന്നാൽ ഉണ്ടായതെന്താ? ഒറ്റയടിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്നിച്ച് തുറന്നു വിട്ടതാണല്ലോ ഈ പ്രളയത്തിന് കാരണം. ആ പ്രളയത്തിന് കാരണമായ കാര്യത്തിൽ
സ്പിൽവേ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നതിലുള്ള കാലതാമസവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൽ കൃത്യമായ എഞ്ചിനീയറുടെ പേര് പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ആരാ പറയുന്നത്? കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടിയുമായി സംസാരിച്ച ആള് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞെല്ലാം സത്യമാണ്, എന്നോടാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം ജനതാദളിൻ്റെ നേതാവ് വെളിപ്പെടുത്തി കഴിഞ്ഞു. അപ്പം ഒരു ഭാഗത്ത് എന്നോട് പറഞ്ഞാന്ന് പറയുകയും മറുഭാഗത്ത് അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം നമ്മുടെ കേരളത്തിലെ 493 ജീവൻ നഷ്ടപ്പെടുക മാത്രമല്ല, ഏകദേശം 10 ലക്ഷം ആളുകൾ വീടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അവർക്ക് ഉണ്ടായ നഷ്ടങ്ങൾ എത്ര കോടാനുകോടി രൂപയാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ കാരണക്കാരായി ഇവർ കൃത്യമായിട്ട് ഇവരെ കുറ്റവിചാരണ നടത്തേണ്ടത്. യുദ്ധത്തിൽ എങ്ങനെയാണോ കുറ്റവിചാരണ അതുപോലെ നടത്തേണ്ടതാണ്. അപ്പം ഇതിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതുവരെ പരാതി കൊടുക്കാത്തത്? ഓൺ ദി സ്പോട്ട് പരാതി കൊടുക്കാൻ അദ്ദേഹം മന്ത്രിയല്ലേ. ഒരു പരാതി മെയിൽ ചെയ്യാൻ എത്ര സമയം വേണം? മാക്സിമം 1 മണിക്കൂർ. ഈ നിമിഷം വരെ അദ്ദേഹത്തിന് പരാതി കൊടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്ന വാചകത്തിൽ ആണോ അല്ല എനിക്ക് പിന്നെ ഓർമ്മയില്ല എന്നും പറയുന്നുണ്ട്. ഓർമ്മയില്ല എന്ന് പറയുന്ന കാര്യമാണോ അദ്ദേഹം പറയേണ്ടത്? അദ്ദേഹം പറയേണ്ടത് ഞാൻ പരാതി കൊടുക്കുന്നു, ഇതാ ഇപ്പോൾ പരാതി കൊടുത്തു, പരാതിയുടെ കോപ്പി ഇതാന്നല്ലേ പറയേണ്ടത്. ഒരു സംഭവം ഉണ്ടായിട്ടുള്ള ഒരു മന്ത്രിക്കൊക്കെ ഇത്രയും പരാതി കൊടുക്കാത്ര കാലതാമസം എന്താ? ഇന്ന് അദ്ദേഹം മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കേരളത്തെ കൊലച്ചതിയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ പിണറായി വിജയന്റെ പങ്കാളിത്തമില്ലാതെ ഇതൊന്നും നടക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം കരിമണലിന് 62 രൂപയ്ക്ക് എടുക്കുന്ന കരിമണൽ അവിടെ നിന്ന് എടുത്തിട്ട് 2000 രൂപയ്ക്ക് ആർക്ക് കൊടുക്കുകയാണ്? ഗവൺമെന്റ് ഫ്രീ ഇത് എടുപ്പിച്ചു കൊടുക്കുകയാണ്. 2000 രൂപയ്ക്ക് ആർക്ക് കൊടുക്കുകയാണ്? കമ്പനിക്ക് കൊടുക്കുകയാണ്. അതിലൂടെ 300 കോടി രൂപ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതേപോലെ മണിമലയാർ ഡാമിനുള്ള വെള്ളം ഇറക്കി വിട്ട് അവിടെ സ്വകാര്യ കമ്പനിക്ക് വിദ്യുത് ശക്തി ഉണ്ടാക്കുന്ന വഴി കോടികൾ ഉണ്ടാക്കിയെന്നാണ് അതിനകത്ത് കമ്മീഷൻ കൈപ്പറ്റി മാത്യു ടി തോമസ് എന്ന് പറയുന്നത്. മാത്യു ടി തോമസ് ഉണ്ടെങ്കിൽ മറുഭാഗത്ത് പിണറായി വിജയനുമുണ്ട്. പിണറായി വിജയൻ അറിയാതൊന്നും നടക്കില്ല. അല്ലെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നടക്കുക. ഒരു മന്ത്രിയും ഇല്ല ശരിക്കും ഇവിടെ. അവരുടെ ഒരു റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമാണ്. പിണറായി വിജയൻ എല്ലാ വകുപ്പിലും നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടാണ് നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രിക്കുന്ന സമയത്ത് ഈ കാര്യത്തിലും പിണറായി വിജയനും എം എം മണിയും അതേപോലെ മാത്യു ടി തോമസും അറിയാതെ ഈ സംഭവമൊന്നും നടക്കില്ല. പിണറായി വിജയൻ എത്ര പങ്ക് പറ്റി, ഇപ്പം മാത്യു ടി തോമസ് എത്ര പങ്ക് പറ്റി, എം എം മണി എത്ര പങ്ക് പറ്റിയെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. കാരണം ഇവർക്ക് കൃത്യമായ അറിവുണ്ടായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നറിയിപ്പുണ്ടായിട്ടും അത് മറച്ചു വെച്ചിട്ടാണ് ഈ പറയുന്ന ഈ ഡാമിൻ്റെ കാര്യത്തിൽ തുറന്നു വിടാതെ അവസാനം ഒന്നിച്ച് തുറന്നു വിട്ടത്. അല്ലെങ്കിൽ അവർ പറയണം എന്തുകൊണ്ട് ഘട്ടഘട്ടമായി തുറന്നു വിട്ടില്ല, എന്തുകൊണ്ടാണ് തുറന്നു വിടാതിരുന്നത്? നമ്മൾ കണ്ടുകൊണ്ട് ഞാനന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതാണ്. കാരണം അത് ഈ സമയം വരെ വെള്ളപ്പൊക്കം നാളെ എറണാകുളം മുങ്ങും എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടത്. അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. അപ്പോൾ എനിക്കത്ര അറിവുണ്ടാവണമെങ്കിൽ ഞാൻ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ. ഇതെന്താ മന്ത്രിക്ക് ഇതൊന്നും അറിവില്ലാത്തത്? അവരെന്തിനാ അവിടെ കാണാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ഇതിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആ സമയത്ത് അത് വിറ്റ് പൈസയാക്കാം, പ്രളയത്തെ വിറ്റ് പൈസയാക്കാം. മനുഷ്യൻ ചത്താലും വേണ്ടില്ല, മൃഗങ്ങൾ ചത്താലും വേണ്ടില്ല, വീട് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ജനങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാലും വേണ്ടില്ല. പിണറായി വിജയന് പണം ഉണ്ടാക്കണം, 4 കാലിൽ വീണ് പണം ഉണ്ടാക്കുക എവിടെയാണെങ്കിലും ശരി എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൃഷ്ണൻകുട്ടിയുടെ ഈ പറയുന്ന ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഗുരുതരമായ കുറ്റമാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ നഷ്ടങ്ങളൊക്കെ അവരോട് ഈടാക്കേണ്ടതാണ് ശരിക്കും. പിണറായി വിജയനും മാത്യു ടി തോമസും അതേപോലെ ഈ പറയുന്ന കൃഷ്ണൻകുട്ടിയാണെങ്കിലും പിന്നെ എം എം മണിയാണെങ്കിലും ഇവരോട് ഈടാക്കേണ്ടതാണ്. എന്താണ് കൃഷ്ണൻകുട്ടി ഇത്രയും കാലമായിട്ട് ഈ കാര്യം എന്തുകൊണ്ടാണ് പുറത്തുവിടാതിരുന്നത്? അത് കൃഷ്ണൻകുട്ടി ഇത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് മാത്യു ടി തോമസിനെ മാറ്റിച്ച് അദ്ദേഹം പിന്നീട് വിദ്യുച്ഛക്തി മന്ത്രിയായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ വേണ്ടിയിട്ട് മാത്യു ടി തോമസിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മന്ത്രിസ്ഥാനം നേടാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ മാത്യു ടി തോമസ് ആയിരുന്നു മന്ത്രി. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യം.